നമസ്തേ. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണി എന്ന ഗ്രന്ഥത്തിൻ്റെ 19ാമത്തെ ദശകമാണ് ഞാനിന്ന് ചൊല്ലുന്നത്. ഗുരുനാഥനായ അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ആ രോഗം ശമിക്കുന്നതിനായി ഗത്യന്തരമില്ലാതെ എത്തിച്ചേർന്നതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നല്ലോ. തൻ്റെ രോഗശാന്തിക്കായി ചെയ്യേണ്ടുന്നത് മീൻ തൊട്ട് കൂട്ടുകയാണെന്ന് ഭക്താഗ്രഗണ്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വിധിച്ചുവെന്നും അതിൻ്റെ സാരം മനസ്സിലാക്കിയ ഭട്ടപാദർ മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത് അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് 1000-ലധികം ശ്ലോകങ്ങളടങ്ങുന്ന 100 ദശകങ്ങളായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയാൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ സ്വന്തം മാംസചക്ഷുസുകൾക്ക് മുമ്പിൽ ദർശിച്ച് വാതരോഗമുക്തിയും ജീവിതാവസാനത്തിൽ സായുജ്യവും കൈവരിച്ചുവെന്നാണല്ലോ ഐതിഹ്യം. വാതരോഗത്താൽ അത്യധികം വേദന അനുഭവിക്കുന്ന അവസരത്തിലും നാരായണീയ കർത്താവ് ആദ്യ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന പദത്തോടുകൂടിയാണ് എന്നത് ഈ സ്തോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാന്ദ്രാനന്ദാത്മകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്നുത്ഭവിച്ച് നമ്മിലേക്കൊഴുകുന്ന ആ ആനന്ദം അവസാന ശ്ലോകത്തിലെ അവസാന പദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നുവെന്നതാണ് ഈ സ്തോത്രത്തിൻ്റെ മഹത്വം. ശ്രീ നാരായണ മഹത്വത്തെ വിഷയമാക്കി നാരായണ ഭട്ടതിരി രചിച്ചതിനാൽ 2 വിധത്തിലും നാരായണീയം എന്ന പേരിന് അർഹമായ ഈ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നതിന് സംശയമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ദശകം 19. പ്രചേതസ്സുകളുടെ കഥ. പ്രിതോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിർ യുവതൗ ശതധൃതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവ പിതൃശിഷ്യ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരഥാദശാഭിദേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശൂർമനോഹരം തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോത്ഭവസേവകദർശനാധൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാ ഉപാദിശത് ഭക്തതമസ്തവസ്തവം സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ ഭവസുഖാസ്വാദരസ്വാദമീഷിയാൻ ബഹൂപകാലോ ധ്രുവവന്യശീഘ്രത തപോഭിരേഷ മതിമാത്രവർദ്ധഭി സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാഥ നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയോ കൃപാവലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാപദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭിർ ഭുജാവിരിഷ്ട വിരുദഞ്ജിതധുധീ പ്രചേതസാം താവദയാചതാമഭി ത്വമേവ കാരുണ്യഭരധുരാനത ഭവദ്വിചിന്താവിശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിശ്ച കാമധ അവാപ്യ കാന്താം തനയാമഹീരുഹാം തയാരമത്വം ദശലക്ഷവത്സരീം സ്തുതോസ്തു ദക്ഷോ നനുതശ്ചനാശ്ച മാം പ്രയാസ്യതേതി നഗതോ മുദൈവധാൻ തതശ്ച തേ ഭൂതലരോധിനസ്തുരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിധ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തദാവിദ സ്ത്വമീശ വാധാലയനാഥ പാഹി മാം അവാപുരാനന്ദപദം തദാവിദ സ്ത്വമീശ വാധാലയനാഥ പാഹി മാം അവാപുരാനന്ദപദം തദാവിദ സ്ത്വമീശ
വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.